റവാത്തിബ് സുന്നത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം അഥവാ ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ ഉണ്ടല്ലോ, അതിനാണല്ലോ റവാത്തിബ്. നമ്മൾ മദ്രസയിൽ പഠിച്ച ആ സുന്നത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം. ആ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുക. നമ്മൾ വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ, വീട്ടിൽ ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ പിന്നെ അവിടെ തന്നെ മുസല്ല വിരിച്ച് ഫർളും കൂടെ നിസ്കരിച്ചിട്ട് ഹൈവാൻ കടന്ന് ഉറങ്ങും. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതായിരിക്കും നല്ലത്. വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ എന്താക്കരുത്, ശ്മശാനമാക്കരുത്, മൂകമാക്കരുത്. ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ അന്തരീക്ഷം വളരെ റാഹത്താക്കണം. നിങ്ങളുടെ വീടുകളെ സുന്നത്ത് നമസ്കാരം കൊണ്ടൊക്കെ ഹയാത്താക്കണം. പുരുഷന്മാർ സുന്നത്ത് നിസ്കരിക്കണം വീട്ടിൽ. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്ത്, ളുഹായുടെ സുന്നത്ത്, മഗ്രിബിന് ശേഷമുള്ള അവ്വാബിൻ സുന്നത്ത്, വിത്ർ നമസ്കാരം, ഇതൊക്കെ കൃത്യം വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കണമെന്നാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കാൻ എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? ഫാത്തിഹ ഓതിയതിനു ശേഷം 2 സൂറത്തുകൾ അവിടെ ഓതണം. ഒന്നാമത്തെ റക്അത്തിൽ ഒന്ന് അലം നശ്റഹ് ലക സദ്റക് എന്ന സൂക്തമാണ്. അതിനോട് ചേർത്ത് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂക്തം. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ. അതിനോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ്. ഇങ്ങനെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ എന്താ, അന്നത്തെ ദിവസം ഒരു വനോവശവും ഉണ്ടാവൂല, ഒരു ദുഃഖവാർത്ത അവന് ഉണ്ടാവൂല, ഒരു വേദനാജനകമായ ഒന്നും ഉണ്ടാവൂല, ശാരീരികമാകുന്ന ഒരു അസ്വസ്ഥ അവന് ഉണ്ടാവൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാനിത് പറഞ്ഞത് ഒരു അമലിനാണ്. വാത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം, അതിനാണ് ഇത് പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഒന്നാമത്തെ റക്അത്ത്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വീണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇങ്ങനെ ഈ 2 സൂറത്ത് ഓതി നിസ്കരിച്ചാൽ എന്താ കിട്ടുന്ന നേട്ടം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലാ സുന്നതൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ സദഖ റസൂലുള്ളാഹി. ആരൊരുവൻ സുബഹി നമസ്കാരത്തിന്റെ സുന്നത്തിൽ അലം അലം എന്ന സൂക്തം ഓതിക്കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടോ, അവൻ അന്നത്തെ ദിവസം ഒരു മനോവിഷമമോ ദുഃഖമോ വേദനാജനകമായ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ മലബാറിലൊക്കെ വാഴ്ന്നു പറഞ്ഞിട്ട് അല്ലാഹ് ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരാണ് അമൽ ചെയ്തിട്ട് ഇന്നും വിളിച്ചു പറയുന്നു, ഉസ്താദേ ഭയങ്കര റാഹത്താണ്, വേറെ ഒന്നും ഇല്ലായിരിക്കും. ഈ ഒരു സൂക്തം ഓതി നമസ്കരിച്ചിട്ട് കിട്ടുന്ന നിർവൃതി ചെറുതല്ല. കാരണം ഇത് ആരാ പഠിപ്പിച്ചത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ, റസൂലുള്ളാഹി പറഞ്ഞു തന്നതാ. പിന്നെ നമ്മളെന്തിനാ പഠിക്കുന്നത്?
മുസ്ലിം ഉമ്മത്ത് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്കുള്ളതല്ലേ? ബദ്അത്താര് കാണുന്നതൊക്കെ ഇല്ലാതാക്കി കൊണ്ട് നടക്കല്ലേ? ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പ്രവാചകന്റെ അനുരാഗികളാകുന്ന, പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും അപദാനങ്ങളും വാഴ്ത്തുന്ന, റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്തുകൾ അധികരിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾക്കുള്ളതല്ലേ? ഇത് പറഞ്ഞു തന്നിട്ടുള്ള അവരല്ലേ ഇത് ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരൊറ്റ സഹോദര സഹോദരിമാരും ഇൻഷാ അല്ലാഹ് ഇത് അമൽ ചെയ്യാതിരിക്കരുത്. നാളത്തെ പ്രഭാതം മുതൽ അഥവാ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ സൂക്തങ്ങൾ ഓതി നമസ്കരിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂക്തം, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ ഓതി അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നമസ്കരിക്കുക. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? നിസ്കാരം കഴിഞ്ഞാൽ തഹജ്ജുദ് ആ ദുആ പഠിപ്പിക്കുകയാണ് ഇവിടെ. എന്താണ് ആ ദുആയിലുള്ളത്? നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വേറൊന്നുമില്ല, നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണ്. നരകം അത്രമേൽ പ്രധാനമാണ്. അതുകൊണ്ടാണത്. اللهم بحق جبريل وميكائيل وإسرافيل وعزرائيل وحملة العرش ومحمد صلى الله عليه وسلم اللهم أجرني من النار. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ചിട്ട് വലത് വശത്തേക്ക് തിരിഞ്ഞ് വലത് കവളത്തിടത്തിലേക്ക് അവന്റെ വലത് കൈയുടെ ഉള്ളം കൈ വെച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് സഹോദരാ സഹോദരി നീ പറയണേ, അല്ലാഹുമ്മ ബിഹഖി ജിബ്രീല വമീകാഈല വഇസ്റാഫീല വഅസ്റാഈല വഹമലത്തിൽ അർശ് വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم أجرني من النار. ജിബ്രീലിന്റെ ബറക്കത്ത് കൊണ്ട്, മീകായിലിന്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്രാഫീലിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്റായീലിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്ന മലായികത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഗ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. 3 പ്രാവശ്യം ഈ ദുആ ആവർത്തിക്കുക. എവിടെ? സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് വലത് കവളത്തടത്തിലേക്ക് വലത് കൈ ചേർത്ത് വെച്ചിട്ട് നേരെ കിടക്കുക. വലതുവശം ചെരിഞ്ഞ് നമ്മൾ ഖബറിൽ കിടക്കുന്നത് പോലെ. ഖബറിൽ കൈ കെട്ടിയായിരിക്കും, ഇവിടെ കൈ കവളത്തടത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് കിടക്കുക. എന്നിട്ട് ഈ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവിടെയും നരകത്തെ തൊട്ടുള്ള കാവൽ. രാവിലെ എഴുന്നേറ്റപ്പോഴും കാവൽ തേടിയ മനുഷ്യനാണ്. മനസ്സിലായിക്കോണം. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇത് കഴിഞ്ഞ് ഷാഫി മദ്ഹബിലുള്ളവർക്കും അല്ലാത്തവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ കൈയും കാലും അനക്കാതെ അവിടെ ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കും. ഗുഫിറ ലഹു വഇൻ കാനത മിസ്ല സബദിൽ ബഹർ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമുദ്രത്തിന്റെ നുരകൾക്ക് സമാനമായിട്ട്, അഥവാ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് കടലിന്റെ തീരത്തേക്ക് കടന്നു വരുന്ന പതയ്ക്ക് സമാനമായിട്ട് പാപമുണ്ടെങ്കിലും അല്ലാഹു അവന്റെ എല്ലാ ചെറുപാപങ്ങളും ആ ഒരൊറ്റ ദിക്ർ ചെല്ലുന്നതിലൂടെ പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. എപ്പോഴൊക്കെ ഇത് ചെല്ലാറുണ്ട്? സുബഹി കഴിഞ്ഞിട്ടും മഗ്രിബിന് ശേഷവും, അഥവാ പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഇത് മാത്രമല്ല, ഒന്നുകൂടിയുണ്ട്, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. എന്താ അർത്ഥം? നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. എഴുന്നേറ്റതുള്ളൂ, രാവിലെ എഴുന്നേറ്റതുള്ളൂ. മാത്രമല്ല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഷാഫി മദ്ഹബിലുള്ള സഹോദരാ സഹോദരി നീ ചെയ്യുന്ന അമല ഏത് നമസ്കാരമായിക്കോട്ടെ, അവസാനത്തെ തഹിയ്യാത്തിൽ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നമസ്കാരത്തിൽ ഒഴിയരുതേ. ഏത്
ഫർളായിക്കോട്ടെ സുന്നത്തായിക്കോട്ടെ അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നിങ്ങൾ പോകരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശക്തിമത്തായ സുന്നത്തായി റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. നമ്മളൊക്കെ അത് ചെയ്തിട്ടാണ് സലാം വീട്ടൽ. ഏതാണത്? اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അല്ലാഹുവേ ഖബർ ജീവിതത്തിൽ നിന്ന് നീ രക്ഷിക്കണേ അല്ലാഹ്. വമിൻ അദാബിൻ നാർ നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഫിത്നകളെ തൊട്ടും മരണാസന്ന വേളയിലുള്ള ഫിത്നകളെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ മുഅ്മിനേ മുഅ്മിനത്തെ നിന്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ശക്തിമത്തായ സുന്നത്തായ ദുആ. അതിലുണ്ട് എന്ത്? നരകത്തെ തൊട്ടുള്ള കാവൽ തേടൽ. അത് പറയാനാണ് ഞാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ നരകീയ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നർത്ഥം. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രഭാതത്തിലും പ്രദോഷത്തിലും കാവൽ തേടുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാവൽ തേടുന്നു. സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെയും വലതുവശം ചെരിഞ്ഞ് കവിളത്തടത്തിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് അവിടെയും കാവൽ തേടുന്നു. സുബഹിയുടെ സുന്നത്തിലും കാവൽ തേടുന്നു. സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ഫർദ് നിസ്കാരത്തിന്റെ അവസാനത്തിലും കാവൽ തേടുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 7 പ്രാവശ്യം കാവൽ തേടുന്നു. ഇങ്ങനെ കാവൽ തേട്ടം തന്നെ. സുബ്ഹാനല്ലാഹ്. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരുടെ അടിമകളുടെ വിശേഷണങ്ങൾ ഖുർആൻ എണ്ണി പറഞ്ഞെടുത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. വല്ലദീന യഖൂലൂൻ ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അല്ലാഹുവേ നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. നീ കാവൽ നൽകണേ നാഥാ. ഇവിടെയൊക്കെ നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ചുരുക്കാൻ. ഈ നരകത്തെ കുറിച്ച് പറഞ്ഞത് കത്തിയാളുന്ന നരകം, നരകം പറയാൻ ബാക്കി വെച്ചത്, ഇവരൊക്കെ ഞാൻ പറഞ്ഞത് വിനീതം പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. ഇപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. നരകത്തിന്റെ അടിത്തട്ട് അർളുഹാ മിൻ റസാസ്, നരകത്തിന്റെ അടിത്തട്ട് ഈയത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വസഖഫുഹാ മിൻ നുഹാസ്, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പാൻ സയ്യിദുനാ റസൂലുള്ളാഹി. ചെമ്പാവുമ്പോ എങ്ങനെയുണ്ട്? ചൂട് കുറയോ കൂടിയോ? കൂടും. ചൂടൊരിക്കലും പോകൂല. സഖഫുഹാ മിൻ നുഹാസ്, അതിന്റെ മുകൾ ഭാഗം മച്ച് ഭയങ്കര ചൂടാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ചെമ്പാൻ. വഹിതാനുഹാ മിൻ കിബിരീത്, ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, അതിശക്തമായ പുകപടലമാണ്, ചൂട് കാറ്റ് വരെയാണ്. സുബ്ഹാനല്ലാഹ്. 3000 വർഷം കത്തിക്കപ്പെട്ട നരകം. ആ നരകമാണ് മുന്നിലേക്ക് വരുന്നത്. അതിന്റെ മുന്നിൽ വെച്ചാണ് വിചാരണ നടത്തപ്പെടുക. സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ പറയാൻ നിന്നാൽ സമയം ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഭയക്കുന്നു. ഞാൻ തിരിച്ചു വരിക. അവിടുന്ന് 4ാമത്തെ ഘട്ടം കഴിഞ്ഞ് പിന്നെ എത്തുക അൽ ജന്നത്തു അവിന്നാർ, മഹ്ശറയിൽ നിന്ന് പിന്നെ കൊണ്ടുപോകാം. ഒന്നില്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. അവിടുന്ന് വേർതിരിക്കും. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. 5ാമത്തെ ഘട്ടം അതാണ്. 1ാമത്തെ ഘട്ടം സൂചിപ്പിച്ചു ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. 2ാമത്തെ ഘട്ടം സൂചിപ്പിച്ചു ദുനിയാവ്. 3ാമത്തെ ഘട്ടം പറഞ്ഞു ഖബർ. 4ാമത്തെ ഘട്ടം പറഞ്ഞു മഹ്ശറ. 5ാമത്തെ ഘട്ടമാണ് ഈ പറയുന്നത്. മഹ്ശറയിൽ നിന്ന് ഡിവൈഡ് ചെയ്യാൻ. യാ അല്ലാഹ്, നിസ്കരിച്ചാണോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഈ ദുനിയാവാകുന്ന 40, 50, 60, 70 വയസ്സ് കാലഘട്ടത്തിൽ നന്മ ചെയ്തവനാണോ? യാ അല്ലാഹ് തആല സ്വർഗ്ഗത്തിലേക്ക്
അതല്ല ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കള്ളുകുടിച്ച് കഞ്ചാവടിച്ച് നടന്നവനാണോ? നരകത്തിലോട്ട് പോയിക്കോ. ഫരീഖും ഫിസ് സഈർ, ഒരു കൂട്ടം ആളുകളെ സ്വർഗ്ഗം, മറ്റൊരു കൂട്ടത്തെ നരകം. ഇത് തീരുമാനിക്കുന്നത് എവിടുന്നാ? മഹ്ശറയിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാ. പക്ഷെ അമൽ ഏതാ പരിഗണിക്കുക? രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ദുന്യാവാകുന്ന ഇഹലോകമാകുന്ന 60 70 വയസ്സുള്ള കാലഘട്ടത്തിൽ ചെയ്തതാകുന്ന നന്മകൾ അല്ലെങ്കിൽ തിന്മകൾ, അതാണ് ഖബറിൽ പരിഗണിക്കുന്നത്, അതാണ് മഹ്ശറയിൽ പരിഗണിക്കുന്നത്. എല്ലായിടത്തും പരിഗണന ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിൽ നീ ചെയ്ത അമൽ, അത് മതി. ഈ ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചു. അവിടെ ഒന്നും വേണ്ട. അവിടെ നീ കരാറ് ചെയ്ത് അള്ളാഹയെ അനുസരിക്കാന്ന് പറഞ്ഞിട്ട് നീ പോകുന്നതാ. ഈ ദുന്യാവാകുന്ന രണ്ടാമത്തെ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ടോ? നമസ്കരിച്ചിട്ടുണ്ടോ? ഇബാദത്ത് എടുത്തിട്ടുണ്ടോ? എന്താ നീ ചെയ്തത്? വല്ല നന്മയുണ്ടെങ്കിൽ അള്ളാഹ് സ്വർഗത്തിലേക്ക് പോവാം. ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് നോക്കിയിട്ട നിന്റെ എല്ലാ ജീവിതവും പരിഗണിക്കുന്നത്. നിനക്ക് സ്വർഗ നരകങ്ങൾ അല്ലാഹു ചെറുതല്ല, മനസ്സിലായിക്കോ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന ഫുഡ് ഏതാണെന്ന് ഒരിക്കൽ സഹാബത്ത് നബിയോട് ചോദിക്കുക. മാ അവ്വലുമായി യഅ്കുലു അഹ്ലുൽ ജന്ന. സ്വർഗത്തിൽ പോകണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടുന്നല്ലേ നമ്മൾ ഇങ്ങോട്ട് ഇറക്കപ്പെട്ടത്. വാപ്പയെ അവിടുന്ന് അങ്ങോട്ട് ഇറക്കിയത്. തറവാട്ടിലേക്ക് പോകണ്ടേ? ഇസ്മായിലെ പോകണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് ഏതാണ്? അവ്വലുമായ യഅ്കുലു അഹ്ലുൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, സ്വർഗത്തിൽ ആദ്യമായി വിരുന്ന് നൽകുന്നത് ഏതാണ്? സ്വർഗത്തിലെ ഭക്ഷണം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ കബ്ദുൽ ഹൂത്. വലിയൊരു മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നീ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് നല്ല തേങ്ങാച്ചോറും ബീഫും ആണെങ്കിൽ റാഹത്തായിരുന്നു ഉസ്താദേ. നമ്മളതല്ലേ കഴിച്ചിട്ടുള്ളൂ, വേറെ കഴിക്കണ്ടേ? നല്ല മീന് നീ കഴിച്ചിട്ടുള്ള ദുനിയാവി കഴിച്ചിട്ടുള്ള മീനൊന്നും അല്ല. ഐക്കോറയും ആവോലിയൊന്നും അല്ല. ഇതൊന്നും അല്ല, വേറെ മീനാണ്. ആമോറും ഒന്നും അല്ല. ഇത് സ്വർഗമാണെന്ന് സങ്കല്പിക്കണം. ആദ്യമായി നീ മനസ്സിലാക്കേണ്ടത് സ്വർഗമാണ്. നമുക്ക് മൂവാറ്റുപുഴയില് എവിടെ വന്നാലും നമ്മുടെ ഒരു മെയിൻ സ്പെഷ്യൽ അതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. ഇന്ന് ഭക്ഷണം നൽകിയ സഹോദരൻ മുസ്തഫ എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. സലാത്ത് സംബന്ധമായ വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മജ്‌ലിസുൻ നൂർ ഇസ്ലാമിക സെന്ററിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ മാഗസിൻ കുട്ടികളിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹു എന്തെങ്കിലും ഒരു നല്ലൊരു സ്വതക്ക നൽകിയിട്ട് അത് കൈപ്പറ്റിക്കൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്, വലിയൊരു മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒന്നും അല്ലല്ലോ സ്വർഗം. ഒന്നുമല്ല സ്വർഗം, ചെറുതല്ല. ആ
കഴിക്കുന്നതോടെ സകല ചാനല് പോവാണ് എല്ലാവരും. സ്വർഗത്തിൽ ഭക്ഷണമുണ്ടോ റസൂലേ? സ്വർഗത്തിൽ പാനീയമുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് നഅം അസിയത മിനദ് ദുനിയാ. ഈ ദുനിയാവിൽ നീ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തെക്കാൾ, ഈ ദുനിയാവിൽ നീ കുടിച്ചിട്ടുള്ള കുടിനീരുകളെക്കാൾ കൂടുതൽ ഭക്ഷണവും പാനീയവും ഉണ്ടാവുക അത് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ അവിടെയാ കിട്ടുക. ഈ ദുനിയാവിൽ നീ കുടിച്ചിട്ടുള്ളതിനേക്കാൾ കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ. ഇവിടെ നീ 5ഉം 10ഉം സമയത്തായിരിക്കും കഴിക്കുക. കിഴിപൊറോട്ട കഴിക്കാൻ പോയിട്ടുണ്ടാവും, കുഴിമന്തി കഴിക്കാൻ വേണ്ടി നീ പോയിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് വലിയ ഫുഡ് അവിടെയാ കിട്ടുക. ഏറ്റവും കൂടുതൽ ഫുഡ് അവിടെയാണ്. ഉടനെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അയബൂലൂന വയതവതൂൻ, നബിയെ കാഷ്ടിക്കുകയില്ലയോ, മൂത്രിക്കുകയില്ലയോ? ഭക്ഷണം കഴിച്ചാൽ മലമൂത്ര വിസർജനം നടത്തേണ്ടി വരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഇല്ല സാബ, ഇല്ല സാബ. ഫഖാലു, ഉടനെ സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, കൈഫ തഖറുജുൽ ബഖിയത്തു മിൻഹും യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അവരുടെ ബാക്കി അവശേഷിക്കുക റസൂലേ? പുറത്തേക്ക് പോകണ്ടയോ, പോകണ്ടയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബാക്കി ആയിട്ടില്ല സഹാബ, വല്യതഅറഖൂൻ, ആ ജനങ്ങൾ വിയർപ്പിലൂടെ പോകുകയാണ്. അവരുടെ വിയർപ്പിലെ ഗ്രന്ഥിയിലൂടെ വിയർപ്പിന്റെ കണികൾ പുറത്തേക്ക് പോകുമേ, അതാണ് ഭക്ഷണത്തിന്റെ വേസ്റ്റ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഫകാന അറഖഹും അൽ മിസ്കൂ, അവരുടെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ പുറത്തു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് വരെ എങ്ങനെയാണ്? മലമൂത്ര വിസർജനമൊന്നുമില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആചാര്യ ഇരുന്ന് ഇങ്ങനെ വിയർക്കുക. വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ വിയർപ്പ് പുറത്തു വരും. അപ്പൊ മനസ്സിലായിക്കോണം, ആള് നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ആ വിയർപ്പിനോ ദുനിയാവിലെ പോലെ കെട്ട നാറ്റമൊന്നുമില്ല. പൊന്നാചാര്യ കുളിച്ചിട്ട് ആ പരിപാടിയൊന്നുമില്ല. നല്ല സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലെത്തിയാലേ മുഅ്മിനീങ്ങൾക്ക് ആ പദവി കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കൂ. ഒരു പോയിന്റാണ് ഈ പറയുന്നത്. എന്താണ്? മുഅ്മിനീങ്ങളുടെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ കടന്നു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധം കിട്ടണമെങ്കിൽ അവൻ എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. എന്നാൽ സ്വർഗത്തിലെത്താതെ ഈ ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു ഒരാൾക്ക് നൽകിയിട്ടുണ്ട്. അതാരാണെന്നറിയുമോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മൾ സ്വലാത്ത് ചെല്ലുന്ന മദീനയിലെ രാജകുമാരന് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ പുറത്തു വരുന്നതാകുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമായിരുന്നു. ആരാ പറഞ്ഞത്? സഹീഹുൽ ബുഖാരി. അറിയണ്ട, ഇത് ചുമ്മാ വിദേഹത്താര് സാധാരണ മനുഷ്യനാണ്. ഇപ്പോഴും തന്നെ പരിപാടി പഴയ വല്ലവി ഇപ്പോഴും ഇട്ടോണ്ടിരിക്കുക, പഴയ കാസറ്റ് ഇപ്പോഴും ഇട്ട് ഓടിച്ചോണ്ടിരിക്കുക. ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. എന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എന്റെ ഭർത്താവിന് ഞാൻ വിരിപ്പ് വിരിച്ചു കൊടുക്കുമോ? എന്റെ ഭർത്താവിന് ഞാൻ വിരിപ്പിരിച്ചു കൊടുക്കും. കാരണം എന്റെ ഭർത്താവിന് വിയർപ്പ് കൂടുതലുള്ള മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന് വിയർപ്പ് ഞാൻ വിരിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി ആ വിയർപ്പിന്മേൽ ശയ്യവലംബിക്കുകയാണ്. റസൂലുള്ളാഹി എഴുന്നേൽക്കുമ്പോ ആ വിയർപ്പിന്റെ കണികൾ പറ്റിയതാകുന്ന തുണിയെടുത്തുകൊണ്ട് ഞാനൊരു കുപ്പിയിലേക്ക് പിഴിഞ്ഞെടുക്കുമായിരുന്നു. എന്റെ മക്കൾക്ക് സുഗന്ധമായി തേച്ചു കൊടുക്കുമായിരുന്നു. രോഗങ്ങൾ വരുമ്പോൾ കൊടുക്കുമായിരുന്നു. വല്ലാത്ത സുഗന്ധമാണ് ലോകരെ എന്ന് അസ്മാ റളിയല്ലാഹു അൻഹാ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട വനിതയല്ലയോ ലോകത്തോട് വിളിച്ചു പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ ആഖിറത്തിൽ മുഅ്മിനീങ്ങളുടെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നതാകുന്ന കസ്തൂരിയുടെ സുഗന്ധം ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നൽകിയിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. ഉലമാക്കൾ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. സാധാരണ വ്യക്തിയായി അല്ലാഹുവിന്റെ റസൂലിനെ കാണരുതേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല. ഉസൈദിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉമൈർ എന്ന സ്വഹാബി പുറത്തേക്ക് ഇറങ്ങുമ്പോ കൂരിരുട്ടാൻ, ഭയങ്കര ഇരുട്ട്.
ഇരുട്ടാണ്. കൂട്ടുകാരന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതാ. ഭക്ഷണം കഴിച്ച് മസാലയൊക്കെ ചർച്ച ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ഇന്നത്തെ പോലെ ലൈറ്റൊന്നുമില്ല, എമ്മച്ചൊന്നുമില്ല, ഫുള്ള് ഇരുട്ട്. അങ്ങനെ ഇടങ്ങേറായിട്ട് പുറത്തേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് ഇരുട്ടിലൂടെ പോകണ്ടേ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? തന്റെ കൈ ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തി, വലത്തെ കൈ പ്രകാശിക്കാൻ തുടങ്ങി. എമ്മച്ചായി ഭയങ്കര പ്രകാശം. ഭയങ്കര പ്രകാശമായി കൈ അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങി. കൈയുടെ പ്രകാശം ആ ട്യൂബ് ലൈറ്റിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്ന് വീട്ടിൽ വരികയാണ്. കൂട്ടുകാരൊക്കെ കാണുകയാണ് അദ്ദേഹത്തിന്റെ കൈ പ്രകാശിക്കുന്നു. എന്താ പറ്റിയാണ്? നിന്റെ കൈക്ക് എന്ത് പറ്റി? കൈ ഭയങ്കര കയ്യിൽ വല്ല ട്യൂബ് കെട്ടി വെച്ചിട്ടുണ്ട്. ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരാണ് ഉമൈർ? വസയ്യിദനാ ഉമൈർ വസയ്യിദനാ ഉമൈർ വസയ്യിദനാ ഉമൈർ വസയ്യിദനാ ഉഖബത വസയ്യിദനാ ഉക്കാശത. ബദറിൽ പങ്കെടുത്തതായ സഹാബിയാണ്, ബദറിൽപ്പെട്ടതാകുന്ന മനുഷ്യനാണ്. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, കൂട്ടുകാരെ, എന്റെ സഹാബത്തെ, എന്റെ കൂട്ടുകാരെ, എന്റെ കൈ എങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം ഒരാളാണ്. അതാരാണെന്നറിയണ്ടയോ? എന്റെ ഹബീബാണ്, എന്റെ ഹബീബാണ്. ആ പ്രവാചകനെയാണ് പ്രേമിക്കേണ്ടത് സഹോദരാ. ലോകത്തുള്ളതാകുന്ന സർവ്വജനങ്ങളും ഒരേ ഒരു കേന്ദ്ര ബിന്ദുവിലേക്കാണ് സ്വലാത്ത് ചെല്ലുന്നത്, ഒരേ ഒരു വ്യക്തിയിലേക്കാണ് മനസ്സ് കൊടുക്കുന്നത്. അത് മറ്റാരുമല്ല, അത് മറ്റാരുമല്ല, അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മദീനയിലെ രാജകുമാരനാണ്. ഖുബൈ ഖദ്റായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്ന ഹബീബേ, ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉസൈദ് എന്ന കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയതായ നേട്ടമല്ല, എന്റെ കൈ പ്രകാശിക്കാനുള്ള കാരണം ഞാൻ എന്റെ റസൂലിന്റെ കയ്യിലേക്ക് എന്റെ കൈ ഒരിക്കൽ ചേർത്ത് വെച്ചു പോയി. റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഇതാ ശപഥം ചെയ്തു പോയി, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങേ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം, ഇനി ദീനിനെതിരായി എന്റെ ജീവിതത്തിലൊന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ കൈക്ക് പിടിച്ച് മുസാഫഹത്ത് ചെയ്തതാണ്. ഒരു സെക്കൻഡ് മാത്രമാണ് അതുണ്ടായിട്ടുള്ളത്. പക്ഷേ മാമസിസ്തു യമീനി ബിദകരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബിനെ തൊട്ട കൈയാണ്. ഈ കൈ കൊണ്ട് ഞാൻ ഇന്ന് വരെ എന്റെ ജനനേന്ദ്രിയത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. എന്റെ വലത് കൈ റസൂലുള്ളാഹിന്റെ കയ്യിൽ പതിച്ചതാണ്. ആ മഹത്വം മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയത്തിൽ ലൈംഗിക അവയവത്തിൽ സ്പർശിച്ചിട്ടില്ല. ഇന്ന് വരെ സ്പർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ മുഴുവൻ സമയങ്ങളും ഞാൻ ഇടത് കൈയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി തൊട്ട കൈയാണ്. അതുകൊണ്ട് ഈ കൈ ഞാൻ അങ്ങനെ സൂക്ഷിച്ചു പോന്നു. അതിൽ പിന്നെ കൈ പ്രകാശിക്കുകയാണ്. സംശയമുണ്ടോ സഹോദരാ? സംശയമുണ്ടോ സഹോദരി? സംശയിക്കേണ്ടതില്ല. ഈ പ്രവാചകരല്ലേ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ വീടിന്റെ അകത്തളങ്ങളിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂചി നിലത്തേക്ക് പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുകയാണ്. ഫദഖല അലയ്യ റസൂലുള്ളാഹ്. പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുടെ രൂപം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ എനിക്ക് താഴെ വീണ് സൂചി കാണാൻ സാധിച്ചു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആ ശരീരം മുഴുവനും പ്രകാശമാണ്. നൂറുൻ അലാ നൂർ. പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. ഹബീബ് റസൂലുള്ളാഹി. പിന്നെ എങ്ങനെ കൈ തട്ടിയാ പ്രകാശിക്കാതിരിക്കും? കൈ തട്ടിയപ്പോ എന്റെ കൈ അതേപോലെ പ്രകാശിക്കാൻ തുടങ്ങി. അനുപറയാണ് ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്. മനസ്സിലാക്കണം, ഇതൊരു സാധാരണ മനുഷ്യനല്ല. ആ മനുഷ്യനെ ശരിക്കും ഹൃദയത്തിൽ എത്തിക്കും. ഇതൊരു സാധാരണ വ്യക്തിയല്ല. അഷ്റഫുൽ ഖൽഖാൻ മുഹമ്മദ് മുസ്തഫ. محمد سيد الكونين والثقلين والفريقين من
عرب ومن عجم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. وقالوا بلى أنت ربنا وإلهنا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, മനുഷ്യ മാനവ, ഈ ലോകത്ത് നീ വരുന്നതിന് മുമ്പായി നിനക്കൊരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ഉറപ്പെടുത്തുകയാണ്, ഇന്നീ കാണുന്ന ലോകമല്ലാതെ ഇതിനു മുമ്പൊരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യരുടെ ആത്മാക്കളെ മാത്രമായിട്ടുള്ള ലോകമാണ്. ആലമുൽ അർവാഹാണ്, ആത്മാക്കളുടെ ലോകമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ലോകത്തെ കുറിച്ച് ഖുർആൻ ഓതിക്കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. അവിടെ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതും ഇന്നുള്ളതുമായ സർവ്വ ജനകോടികളുടെ ആത്മാവിനോടായി അല്ലാഹു ചോദിക്കുകയാണ്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, പരിപാലകനല്ലയോ? ഖാലൂ ബലാ أنت ربنا وإلهنا. എല്ലാ ആത്മാക്കളും അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി അള്ളാഹുവിനോട് പറയുകയാണ്, ശരിയാണ് അള്ളാഹ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി അള്ളാഹ്. എല്ലാ ആത്മാക്കളും അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സമ്മതിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. നീയാണ് സംരക്ഷകൻ, നീയാണ് സർവാധിപതി, നീയാണ് ഞങ്ങളുടെ സംരക്ഷകർത്താവ് എന്ന് സമ്മതം മൂളി എന്ന് ഖുർആൻ. അള്ളാഹു പറയാൻ അങ്ങനെ ഒരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. പ്രവാചകന്മാരെ നിർത്തിയിട്ട് അവരോടായിട്ട് ചില കരാറുകൾ ചെയ്തിട്ടുണ്ട്, അതും ഈ ആലമുൽ അർവാഹിൽ വെച്ചിട്ടാണ്. ഖുർആൻ പറയുന്നുണ്ട്, അവിശ്വസിക്കാൻ പറ്റില്ല, ഖുർആൻ ആയത്താണ്. بسم الله الرحمن الرحيم. وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് ലോകത്തുള്ളതാകുന്ന സർവ്വ അമ്പിയാക്കളുടെ ആത്മാക്കളെയും നിർത്തിക്കൊണ്ട് അല്ലാഹു അവരോടായി കരാറ് ചെയ്യുകയാണ്. 1,23,999 അമ്പിയാ മുർസലീങ്ങളെ നിർത്തിക്കൊണ്ട് അല്ലാഹു കരാറ് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന മുത്തുനബി ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും നിർത്തി കരാറ് ചെയ്യുകയാണ്. ലമ്മാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرن. അല്ലയോ പ്രവാചകന്മാരായി നിയമിക്കാൻ പോകുന്ന വ്യക്തിത്വങ്ങളെ, പ്രവാചകന്മാരാക്കാൻ പോകുന്നവരെ, ഈ 1,23,999 അമ്പിയാ മുർസലീങ്ങളെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാം ഇസ്ലാമികമാകുന്ന പ്രബോധന മേഖലകളിലേക്ക് ഓരോ തട്ടകം ഞാൻ നൽകുകയാണ്, ഓരോ ഗോത്രങ്ങൾ നിർണയിക്കുകയാണ്, ഓരോ പ്രദേശങ്ങൾ നൽകുകയാണ്.
وإلى ثمود أخاهم صالحا وإلى مدين أخاهم شعيبا اذهب إلى فرعون إنه طغى إنا أرسلنا نوحا إلى قومه. ഓരോ പ്രവാചകന്മാർക്കും ഓരോ തട്ടകം അല്ലാഹു കൊടുക്കുകയാണ്. ആദ്യമായി ശരീഅത്തുമായി കടന്നു വന്നതായ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിക്കുകയാണ്. ഇലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക്, കേവലം ഒരു സമൂഹത്തിലേക്ക് മാത്രമായി, ഒരു ഖൗമിലേക്ക് മാത്രമായി, നിങ്ങളുടെ പ്രബോധിത മേഖലകളിലേക്ക് നിങ്ങൾ പോകണേ. വഇലാ ആദിൻ അഖാഹും ഹൂദാ, അതെന്ന ചെറിയ ഒരു ഗോത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂദ് എന്ന പ്രവാചകനെ അയക്കുകയാണ്. വഇലാ സമൂദ അഖാഹും സാലിഹാ, സമൂദ് എന്ന ഒരു ഭീകരമായ 5000-ഓളം വരുന്ന ഒരു വലിയ ഗോത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് എന്ന പ്രവാചകനെ അയക്കുകയാണ്. വഇലാ മദിയന അഖാഹും ശുഐബാ, ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചതോ മദിയൻ എന്ന ഒരു ചെറിയ നാട്ടിലേക്ക് മാത്രമാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, അല്ലയോ ശുഐബ് നബിയുടെ മരുമകനായ മൂസായെ നിന്നെ നാം അയക്കുന്നത് ഇസ്രായേലി ജനതയിൽപ്പെട്ടതായ ഫിർഔനിലേക്കാണ്, റംസീസ് രണ്ടാമനിലേക്കാണ്. കേവലം റംസീസ് രണ്ടാമൻ എന്ന വ്യക്തിയിലേക്ക് മാത്രമായി പ്രബോധകനായി അല്ലാഹു അയക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അയക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അല്ലാഹു അയച്ചതോ ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി വജാവസ്നാഹു മസലൽ ലിബനി ഇസ്രായീൽ, ഇസ്രായേലി ജനതയെ മാത്രം നന്നാക്കിയാൽ മതി ഈസാ. അതിനുവേണ്ടി ഈസാ നബിയെ ഇസ്രായേലി ജനതയിലേക്ക് മാത്രമായി അല്ലാഹു നിയോഗിക്കുകയാണ്. ഒന്നെങ്കിൽ ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു പട്ടണം മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 1,23,000-ഓളം വരുന്നതായ പ്രവാചകന്മാരുടെ തട്ടകം അല്ലാഹു വിശദീകരിക്കുകയാണ്. എന്നാൽ ആ പ്രവാചകന്മാരോട് അല്ലാഹു യോഗം ചേർത്തിട്ട് ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ലമ്മാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم റസൂൽ, നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഹബീബ് കടന്നു വന്നാൽ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന മദീനയിലെ രാജകുമാര പ്രബോധന മേഖലയിലേക്ക്, ലോകത്തിന്റെ നെറുകയിലേക്ക് കടന്നു വന്നാൽ അതേ റസൂലുള്ളാഹിയെ അയച്ചിട്ടുള്ളത് ലോകരിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂലല്ലാത്ത ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലീങ്ങളെയും അല്ലാഹു നിയോഗിച്ചത് ഒന്നെങ്കിൽ ഒരു ചെറിയ ഗോത്രം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടണം മാത്രമാണ്. ഹബീബായ നബി തങ്ങളെ അയച്ചതോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും ദർശകനാണ്, ലോകർക്ക് മുഴുവനും പ്രബോധകനാണ്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, ഈ പ്രവാചകനെ കടന്നു വന്നാൽ, മുഹമ്മദ് റസൂലുള്ളാഹി കടന്നു വന്നാൽ പിന്നെ നിങ്ങൾ പ്രബോധനം നിർത്തിക്കോണം. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, ആ മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് ദീനി പ്രബോധന മേഖലകളിൽ അദ്ദേഹത്തിന്റെ സഹായികളായി നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യണേ എന്ന് അല്ലാഹു കരാറ് നടത്തിയത് ആ ലോകത്ത് വച്ചാണ്. ഏത് ലോകം? ആലമുൽ അർവാഹ്. അപ്പൊ അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നു എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുകയാണ്. അവിടെ വെച്ച് ലോകത്തുള്ള എല്ലാ ആളുകളും, എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവ് അള്ളാഹു ചോദിച്ചു, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ്? അതേ എന്ന് സമ്മതിച്ചു നമ്മളെല്ലാവരും.
അമ്പിയാ മുർസലീങ്ങൾ മുത്തുനബി ഒഴിച്ചുള്ള ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും 1,23,999 അമ്പിയാ മുർസലുകളെയും നിരത്തി നിർത്തിയിട്ട് അവരോടായി അള്ളാഹു കൽപ്പിച്ചു, എന്റെ ഹബീബാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എങ്കിൽ ഏത് ഗോത്രത്തിലാണോ ഏത് പ്രദേശത്താണോ പരിപാടി നിർത്തിക്കോണം. കാരണം എന്തുകൊണ്ട്? എന്റെ ഹബീബാണ് പിന്നെ ഇനി അങ്ങോട്ട് ലോകർക്ക് മുഴുവനും ദർശകനുള്ളത്. അവിടെ നിർത്തിയിട്ട് ആ മുത്തുനബിയെ സഹായിച്ച് വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്ന് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു കൽപ്പിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തിനാ ഇത് ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഓതി ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു വിഷയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കാണും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ബാക്കിയുള്ളതാകുന്ന എല്ലാ അമ്പിയാ മുർസലീങ്ങളെയും അള്ളാഹു എന്തെങ്കിലും ഒരു ഗോത്രം അല്ലെ ചെറിയൊരു പട്ടണം അങ്ങനെ അയച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞതൊക്കെ മണലാരണ്യത്തിലെ പ്രവാചകൻ എന്ന് പറഞ്ഞ അഴീക്കോട് ജെട്ടിയിൽ പറഞ്ഞൊരു പ്രഭാഷണം, കഴിഞ്ഞ ന്യൂ ഇയർ പ്രഭാഷണത്തിന് പറഞ്ഞത് യൂട്യൂബിലുണ്ടാവും, നിങ്ങളത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം. അപ്പോൾ 1,23,999 അമ്പിയാ മുർസലീങ്ങളോടും അള്ളാഹു ഉടച്ച് കൽപ്പിച്ചു, എൻ്റെ ഹബീബ് വന്നാൽ ആ ഹബീബിന്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണേ. എവിടെ വെച്ചാണ് ഇത് ആജ്ഞാപിച്ചത്? ആലമുൽ അർവാഹിൽ വെച്ചാണ്, ആത്മാക്കളുടെ ലോകത്ത് വെച്ചാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് എൻ്റെ മുൻകാല ജീവിതം പോലെ. അത് ശരിയാണ്, ഒരു ജീവിതം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിക്കുകയാണ്. ഖുർആൻ അത് രൂഢമൂലക്കാണ്, മനസ്സിൽ ഉറപ്പിച്ചോ. ശരിയാണ് ആ പറഞ്ഞത്. റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസുണ്ട്, എത്രയോ ഡസൻ കണക്കിന് ഹദീസ്. നമുക്ക് സമയമില്ല, ഘട്ടങ്ങൾ 5 എണ്ണം പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. അതിനാണ് قال رسول الله صلى الله عليه وسلم الأرواح جنود مجندة فما تعارف منها يأتلفا وما تناكر منها يختلفا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആത്മാക്കൾ വ്യത്യസ്തമാണ്, രൂപമാണ്, ഭാവമാണ്, വിഭിന്നമാണ് സ്വഭാവ. ഫമാ തആറഫ മിൻഹാ യഅതലഫാ. ആത്മാക്കളുടെ ലോകമാകുന്ന ഒന്നാം ഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടിയവർ അവിടെ വെച്ചുകൊണ്ട് സംവദിച്ചതായ ആത്മാക്കൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വമാ തനാകറ മിൻഹാ യഖ്തലഫാ. ഒന്നാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്ത ആത്മാക്കളുണ്ടോ ഈ ദുനിയാവിൽ കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അവിടെ വെച്ച് കണ്ടുമുട്ടിയവരെ ഈ ദുനിയാവിൽ വെച്ച് കണ്ടുമുട്ടും. അവിടെ വെച്ച് കണ്ടുമുട്ടാത്തവർ ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകമാകുന്ന ആ ലോകത്ത് വെച്ച് കണ്ടുമുട്ടാത്തവർ ഈ ദുനിയാവിൽ വെച്ച് ഒരിക്കലും കണ്ടുമുട്ടൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്തിനാണ് നബി തങ്ങൾ ഇത് പറയുന്നത്? അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് ഉറപ്പിക്കാനാണ്. അല്ലെ തന്നെ ഖുർആനും ഹദീസും ഒരു വിഷയം പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ സംശയിക്കാൻ പാടില്ല. അള്ളാഹും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ ഉറപ്പിക്കണം, ആശങ്ക വെക്കാൻ പാടില്ല. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ, എനിക്ക് ഇങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നു, എൻ്റെ ആത്മാവ് ഇങ്ങനെ ഉണ്ടായിരുന്നു. 1000 കൊല്ലക്കണക്കിന് വർഷം അവിടെ ജീവിച്ചിട്ടുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ് നമ്മുടെയൊക്കെ ആത്മാക്കൾ എത്ര കൊല്ലം അവിടെ ജീവിച്ചു? 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചു എന്ന് ഹബീബ് റസൂലുള്ളാഹി. ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം, അപ്പോഴല്ലേ മുത്തഖി, അപ്പോഴല്ലേ മുഅ്മിൻ. സൂറത്തുൽ ബഖറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون الذين يؤمنون
യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അവനാണ് മുത്തഖി, അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് വിശ്വസിച്ചേ പറ്റൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പിച്ചില്ല, ഒന്നാം ഘട്ട ജീവിതം ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചോ? ഖുർആനും ഹദീസും പറഞ്ഞതാ. ഇതിന് അതിനെ സംശയം വെക്കണ്ട. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് ആയത്തും ഹദീസും നീ നടക്കണ്ട.